അവയവ കച്ചവടത്തിനായുള്ള മനുഷ്യക്കടത്തിൽ അന്വേഷണം രാജ്യാന്തര മനുഷ്യക്കടത്ത് മാഫിയയിലെ മറ്റ് കണ്ണികളിലേക്ക്. ഇറാനിലെത്തി മനുഷ്യക്കടത്തിന് നേതൃത്വം നൽകുന്ന കൂടുതൽ മലയാളികൾ ഉള്ളതായി സംശയം. സംസ്ഥാനത്ത് അവയവ കച്ചവടം വ്യാപകമെന്ന ക്രൈംബ്രാഞ്ചിന്റെ മുൻ റിപ്പോർട്ടിലും തുടരന്വേഷണങ്ങൾ നടന്നില്ല. അവയവ കച്ചവടത്തിനായി ഇന്ത്യയിൽ നിന്നും 20 പേരെ ഇറാനിലേക്ക് കടത്തിയതായി അറസ്റ്റിലായ പ്രതി സബിത് നാസർ മൊഴി നൽകിയിരുന്നു. ഇതിലൊരാൾ മാത്രമാണ് മലയാളി എന്നാണ് സബിത്ത് ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയത്. അവയവ കച്ചവടത്തിനായി ആളുകളെ ഇറാനിലേക്ക് കടത്തിയ സംഘത്തിൽ സബിത്തിനെ പോലെ കൂടുതൽ മലയാളികൾ ഉള്ളതായാണ് സൂചന. ഇറാനിൽ തങ്ങിയായിരുന്നു സബിത്ത് ഇവിടെയുള്ള രാജ്യാന്തര അവയവ കച്ചവട മാഫിയയുടെ ഏജന്റായി പ്രവർത്തിച്ചത്. വിദേശത്ത് അവയവ കച്ചവടം നിയമാനുസൃതമാണെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു ആളുകളെ എത്തിച്ചിരുന്നത്. ഹൈദരാബാദ്, ബംഗളൂരു നഗരങ്ങളിലെ യുവാക്കളെയാണ് അവയവ കൈമാറ്റത്തിനായി കടത്തിയിരുന്നത്. മലയാളികൾക്ക് പുറമെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചില ഏജന്റുമാരും അവയവ മാഫിയക്കായി പ്രവർത്തിച്ചതായാണ് വിവരം. സബിത് നാസറിനെ കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ നിർണായക വിവരങ്ങൾ പലതും ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. സംസ്ഥാനത്ത് അവയവദാന മാഫിയ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് 2020 റിപ്പോർട്ട് ചെയ്തിരുന്നു. സംസ്ഥാനത്ത് എല്ലായിടത്തും അവയവ മാഫിയയ്ക്ക് ഏജന്റുമാരുണ്ടെന്നും കിഡ്നി അടക്കമുള്ള അവയവങ്ങൾ നിയമവിരുദ്ധമായി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ടെന്നായിരുന്നു റിപ്പോർട്ട്. ഇടപാടുകളേറെയും തൃശൂർ, കൊടുങ്ങല്ലൂർ ഭാഗങ്ങളിലാണെന്നും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇത് ശരിവയ്ക്കുന്നതാണ് തൃശൂർ സ്വദേശി സബിത്തിന്റെ അറസ്റ്റ്. എന്നാൽ നേരത്തെ കൈമാറിയ റിപ്പോർട്ടിൽ തുടരന്വേഷണങ്ങൾ കാര്യമായി നടന്നിട്ടില്ല. ജനം, കൊച്ചി.